നമസ്കാരം, ദിസ് ഇസ് തസ്ലീന. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കിടയിലോ വീട്ടുകാർക്കിടയിലോ അല്ലെങ്കിൽ ഓഫീസിലോ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നിയിട്ടുണ്ടോ? കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും ചിന്തിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒപ്പീനിയൻസിന് എഗെയിൻസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ. സ്വന്തം ഒപ്പീനിയൻ തുറന്നു പറഞ്ഞു എന്നതിന്റെ പേരിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിലും നാട്ടിലും ഒറ്റപ്പെട്ടു പോവാറുണ്ട്. ശരിയല്ലേ? അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അത്തരം തല്ലുകൊള്ളിയായ ഒരു ഫ്രണ്ടോ ബ്രദറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾ അറഗന്റ് ആണെന്നോ റിബൽ ആണ് എന്നൊന്നുമല്ല. ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. മാത്രമല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അതായത് മറ്റുള്ളവർ പറയുന്നത് എല്ലാം കേട്ട് എസ് എന്ന് മൂളുന്ന ആളുകൾക്ക് ഒരിക്കലും ഇത്തരം ഐഡന്റിറ്റി ഉണ്ടായിരിക്കില്ല എന്നർത്ഥം. ഇനി പല സ്ഥലങ്ങളിലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. സ്റ്റബേൺ ആണെന്നും റിബൽ ആണെന്നും അറഗന്റ് ആണെന്നൊക്കെ നമ്മുടെ ചുറ്റിലുള്ളവർ പറയാറുണ്ട്. മാത്രമല്ല, നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ പോലും ചിലപ്പോൾ നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. അതേ സ്ഥാനത്ത് ഇത്തരം ക്യാരക്ടർ ഉള്ളവർക്ക് വളരെയധികം ഓവർ കോൺഫിഡന്റ് ആയതുകൊണ്ടാണ് അവർ അങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. മാത്രമല്ല, അവർക്ക് അവരുടേതായ കാഴ്ചപ്പാട് എല്ലാ കാര്യത്തിലും ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. കുറച്ചുകൂടെ തിങ്കിങ് കപ്പാസിറ്റിയും ക്രിയേറ്റീവ് മൈൻഡും ഉള്ള ആളുകളായിരിക്കും ഇവരെല്ലാം. സ്വന്തമായിട്ട് അഭിപ്രായം തുറന്നു പറഞ്ഞ് എപ്പോഴും ഒറ്റപ്പെടാൻ വിധിക്കപ്പെട്ട ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് എനിക്കൊരു കാര്യങ്ങൾ പറയാനുള്ളൂ. എന്തഭിപ്രായമാണെങ്കിലും നിങ്ങൾ പറയുന്ന സമയത്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ മറ്റുള്ളവരോട് അവതരിപ്പിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, നമ്മൾ അതിനുള്ള എന്തുകൊണ്ട് നമ്മൾ ഇത് പറയുന്നു എന്നതിനുള്ള പ്രൂഫ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ അവരോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. തീർച്ചയായും അവിടെ നിന്ന് ഇങ്ങോട്ട് എതിർപ്പുണ്ടാവും. സോ അവര് പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ നമ്മൾ പഠിക്കുക. മാത്രമല്ല, സംസാരിക്കുന്ന ഓരോ വാക്കുകളും വളരെ റെസ്പെക്റ്റോടു കൂടി ആവാൻ ശ്രമിക്കുക. സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക എന്നുള്ളത് നിങ്ങളുടെ സ്ട്രെങ്ത്തിന്റെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വാലിറ്റിയുടെയും സിമ്പലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഓപ്പൺനെസ്, അതായത് നമ്മുടെ സംസാരത്തിൽ നമുക്കുണ്ടാവുന്ന ഒപ്പീനിയൻ ഡിഫറൻസ് എന്ത് തന്നെയായാലും അത് വളരെ റെസ്പെക്റ്റോടു കൂടെ ആ ഡിസഗ്രിമെന്റ്സിനെ അറിയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.